തങ്കം ഓ നീരുണ്ടല്ലോ കൂടുകയാണല്ലോ വീറ്റ. ശരിയാവും, ഡോക്ടർ പറഞ്ഞല്ലോ. പല്ല് പറിക്കാൻ പറഞ്ഞു. പല്ലിന്റെ പ്രശ്നമല്ല, ഇനി മോണയിലേ നീര് വരണതാ. ഇനി ഇവള് മുത്തിനെ ഗർഭിണിയായിരുന്നപ്പോഴും ഇത് വന്നതാ. ഗർഭമായിരിക്കുമ്പോ മോണയില് നീര് വരുമോ? എന്തൊക്കെ വരാണ്ട്. അതൊരു ഓയിൻമെന്റ് തേച്ചിട്ടുണ്ടാകത്ത്. ചേടാ ഞാനേ കുറച്ച് നല്ല പോത്ത് കിട്ടി. അപ്പോൾ ഗിരിജ അത് കുരുമുളകിട്ട് വരട്ടിയപ്പോൾ ഞാൻ അത് കുറച്ചും പിന്നെ വെറുതെ കഴിക്കണ്ട വെച്ചിട്ട് കുറച്ച് പൊറാട്ടയും മേടിച്ചിട്ട് വന്നു. ഇപ്പം ഇതിന് നീരാണ് വായിക്ക് വയ്യാന്നുള്ളത് എനിക്കറിയില്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ഇതിപ്പം ഇതിനപ്പുറത്ത് അല്ല അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, ബാക്കിയും കൂടെ അവിടെ ഇരിക്കട്ടെ, അവിടെ പിള്ളേരെ കഴിക്കട്ടെ. ഇതിപ്പം എന്ത് കഴിച്ചു നോക്കണേ, പ്ലേറ്റ് എടുത്ത് കഴിക്കാം. എവിടെ മുത്ത അവക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഇനിയിപ്പം ഇത് കഴിക്കണേ. എവിടെയോ മണ്ണി കളിച്ചിട്ട് വന്നേക്കാണ്, കൈയിട്ട് അങ്ങനെ തന്നെ ഇട്ട് എടുക്കുന്നുണ്ട് അവള്. ഹലോ ഹലോ, രാവിലെ തൊട്ട് തുടങ്ങിയാനേട്ടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തമായിട്ട് വെച്ചാൽ ഫുൾ കഴിച്ചോ കഴിച്ചോ. കഴിക്കാനല്ലേ ഈ തവിരിപ്പുണ്ടല്ലോ, അതിട്ട് എടുക്കാൻ പാടില്ലേ? അതിപ്പോ ഞാൻ കൈയിട്ടാണ് വന്നേന്ന്. എനിക്ക് വേണ്ട, ഇനി കഴിക്കട്ടെ. അമ്മ എന്നെ ഫുൾ കഴിക്കട്ടെ. രാവിലെ തൊട്ട് തുടങ്ങിയാൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. പാടില്ല. അതിന്റെ ഇടക്കാണ് ഇവളൊക്കെ കുരുത്തക്കേട് കാണിക്കുന്നത്. രാവിലെ എന്തിനാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്? നമ്മുടെ സൈഡിൽ കൂടെ കളിച്ചേന് മുഴിഞ്ഞാക്കോളെടുത്ത് എറിഞ്ഞിടാടി വേന എടുക്കൂല. ഇത് പോട്ടെ, അതൊക്കെ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ മോളിരുന്ന് കഴിക്കും. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അമ്മ ഇത് അപ്പുറത്ത് കൊണ്ടോ, അവിടെ പോയിട്ട് അവിടെ എല്ലാവരും കൂടെ. അതെ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. മുത്തേ മുത്തേ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, അവര് കഴിക്കട്ടെ. ആവശ്യത്തിന് മതി കേട്ടാ. ഈ പെണ്ണിന് ഭയങ്കര വാശിയും ദേഷ്യം. ഇപ്പൊ 10 ഗുണം 10 ഗുണം.